എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 23 മുതൽ 27 വരെയുള്ള 29 വരെയുള്ള വാക്യങ്ങൾ ആസ്പദമാക്കി ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം, ഞാൻ വേദഭാഗം വായിക്കുന്നില്ല, നിങ്ങളുടെ ശ്രദ്ധയെ അതിലേക്ക് ക്ഷണിക്കുന്നു. വിശ്വാസത്താൽ മതി. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ മോശയുടെ മാതാപിതാക്കന്മാർ ചെയ്തൊരു കാര്യം, അവർ നല്ല ഒന്നാം തരം ഒരു പെട്ടകമുണ്ടാക്കി ആ കുഞ്ഞിനെ അതിലേക്ക് കിടത്തി നൈൽ നദിയിലേക്ക് ഒഴുക്കിക്കളഞ്ഞു. വിശ്വാസത്താൽ. ശ്രദ്ധിക്കുക, വിശ്വാസ ജീവിതം ആരംഭിക്കുന്നത് വീട്ടിൽ നിന്നാണ്. മാതാപിതാക്കന്മാർ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെപ്പ് എടുത്താൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങൾ പറയുന്ന വാക്കുകൾ, നിങ്ങൾ ചെയ്യുന്ന ചില ചെറിയ പ്രവൃത്തികൾ നിങ്ങളുടെ തലമുറകൾ കണ്ട് അനുകരിക്കുവാനിടയായിത്തീരും. അവർ രാജാവിന്റെ കോപത്തെ ഭയപ്പെടാതെ ആ മാതാപിതാക്കൾ കൊല്ലപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും തങ്ങളുടെ കുഞ്ഞിനെ അവർ സൂക്ഷിക്കാനുള്ള കാരണം അവർ ദൈവത്തിൽ വിശ്വസിക്കുവാനിടയായിട്ടുണ്ട്. മോശയുടെ ജീവിതത്തെ അത് സ്വാധീനിച്ചു. താൻ വളർന്നു വരുന്ന സമയത്ത് ഈ കഥകളൊക്കെ അമ്മ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. തന്റെ കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു, മോനെ, നമ്മൾ വിശേഷതയുള്ളവരാ, നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മളിവിടെ അടിമകളായി പിടിക്കപ്പെട്ടവരാണ്. 400 വർഷങ്ങൾക്ക് പുറകിൽ നമ്മുടെ പിതാക്കന്മാർ ഇവിടെ വന്നതുകൊണ്ട് നമ്മൾ ഇവിടെ ആയിപ്പോയത്. നമ്മുടെ വാസസ്ഥലം ഇവിടെയല്ല, നമുക്ക് ശ്രേഷ്ഠകരമായ ഒരു വാസസ്ഥലമുണ്ട്. ആ അമ്മ പറഞ്ഞു കൊടുത്ത വാക്കുകൾ തന്നെ ഹൃദയത്തിനകത്ത് തറയ്ക്കുവാനിടയായി തീർന്നു. ഇന്നിവിടെ ഇരിക്കുന്ന പ്രിയ മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുവാനിടയായി തീരും. ഒന്നും കാണാനില്ലാത്തപ്പോഴും എല്ലാം അടഞ്ഞു കിടക്കുമ്പോഴും വിശ്വാസത്താൽ പറയണം, എന്റെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. വിശ്വാസത്താൽ മാതാപിതാക്കന്മാർ ആ കുഞ്ഞിനെ ഒഴുകിയെന്ന് പറയും. വിശ്വാസത്താൽ. അടുത്ത വാക്യത്തിന്റെ തുടക്കം ഇങ്ങനെ കിടക്കുന്നത് 24-ാമത്തെ വാക്യം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ബൈ ഫെയ്ത്ത്. മോശ കണ്ടു. എന്താ കണ്ടത്? അവിടെ കാണുന്ന ഫറവോന്റെ കൊട്ടാരത്തിനകത്തുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും യാതൊരു ലൈസൻസും കൂടാതെ എല്ലാം അനുഭവിക്കാൻ സാധ്യതയുള്ളപ്പോൾ ഇത് പാപമാണ്, പാപത്തിന് താൽക്കാലമായിട്ടുള്ള സന്തോഷമേ ഉള്ളൂ, എന്നാൽ ദൈവത്തോടു കൂടിയാണ് നിത്യ സന്തോഷമെന്ന് മോശ തിരിച്ചറിഞ്ഞു. വിശ്വാസമുള്ളവൻ താൽക്കാലികമല്ല കാണുന്നത്, നിത്യതയാണ് കാണുന്നത്. സ്തോത്രം. വിശ്വാസമുള്ളവൻ കണ്ണുകൊണ്ടല്ല കാണുന്നത്, ഹൃദയ ദൃഷ്ടി കൊണ്ട് കാണുവാനിടയായിട്ടുണ്ട്. വിശ്വാസമുള്ളവൻ ഒറ്റയ്ക്കിരുന്നാലും ഉറപ്പുണ്ട്, സ്വർഗത്തിലെ ദൈവം എന്നെ കാണുന്നു എന്നുള്ള ഉറപ്പാണ്. സ്തോത്രം. പ്രിയമക്കളെ, നമ്മൾ വിശ്വാസ ജീവിതത്തിലാണ്. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളെ ആരും പിടിക്കത്തില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് നിങ്ങൾ. അത് ദൈവത്തിന് പ്രസാദമുള്ളതാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും. അല്ലെങ്കിൽ തമ്പുരാൻ വലിച്ചു കീറി കളയും. സ്തോത്രം. നമ്മൾ വിശ്വാസ ജീവിതമാണ് നയിക്കുന്നത്. നമ്മളെ രഹസ്യമായി മന്ത്രിക്കുന്നത്, നമ്മൾ അവിടെ ഇവിടെ നിന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ലജ്ജയ്ക്കായിട്ട് സംഭവിക്കരുത്. മോശ ഉറച്ചു നിന്നു. പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് താൻ തിരഞ്ഞെടുത്തു. രണ്ടാമത്തെ പ്രത്യേകത, വിശ്വാസമുള്ളവൻ പുറത്തെ കണ്ണുകൊണ്ടല്ല കാണുന്നത്, സ്വർഗീയമായതിനെ നോക്കി യാത്ര ചെയ്യുവാനിടയായിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം ഇവിടെ കിടക്കുന്നത് അതിന്റെ 25-ാമത്തെ വാക്യം. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് ഒരു ശ്രേഷ്ഠകരമായ കാര്യമാണ്. ആലോചിച്ച് നോക്കണം. അവിടുത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യത്തിന്റെ രാജാവിന്റെ മകനാണ് ഈ പോകുന്നതെന്ന് പറയുമ്പോൾ നാട്ടുകാരൊക്കെ ഞെട്ടാൻ സാധ്യതയുണ്ട്. അവരൊക്കെ ഞെട്ടി നോക്കാൻ സാധ്യതയുണ്ട്. ആ പറയുന്ന ആദരവൊക്കെ ഏറ്റെടുത്ത് അങ്ങനെ പോകുന്നത് വലിയ കാര്യമാണ്. എന്നാൽ മോശ പറഞ്ഞു, എനിക്ക് അതല്ല വേണ്ടിയത്, ദൈവം എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്നാണ് എന്നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃത്യമായി നിങ്ങളോടും എന്നോടും പറയുന്നത്, മനുഷ്യരുടെ മാനമല്ല നമുക്ക് വേണ്ടത്, ദൈവത്തിന്റെ അപ്രീസിയേഷൻ ആണ്.
Don't run after people. മനുഷ്യരുടെ പുറകെ ഓടരുത്. മനുഷ്യരെന്തു പറയുന്നു നല്ല പ്രശ്നം, ദൈവം എന്നെ കുറിച്ച് എന്തു പറയുന്നു. വിശ്വാസ ജീവിതം കഠിനമാകട്ടോ. അതിനകത്ത് ആളുകൾ നമ്മളെ തിരസ്കരിച്ചെന്ന് വരും, തള്ളിക്കളഞ്ഞെന്ന് വരും. എന്നാലും തമ്പുരാന്റെ മുഖത്ത് നോക്കണം, അവിടെ ഒരു ചിരി ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. സ്തോത്രം. So understand your identity, who you are. നമ്മൾ എവിടുത്തുകാരെന്നുള്ള തിരിച്ചറിയുക. ഫറവോന്റെ മകളുടെ മകൻ വലിയ കാര്യമാണ്. എന്നാൽ അതിനേക്കാളും വലിയ കാര്യമാണ് ഈ അണ്ടകടാഹത്തെ സൃഷ്ടിച്ച ദൈവത്തോട് കൂടെ നിൽക്കുന്നത്. സ്തോത്രം. അതിന് വിശ്വാസം ആവശ്യമാണ്. അതിനിവിടെ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട. നിന്റെ ഹൃദയത്തിനകത്ത് ഉറപ്പുണ്ടാകണം, എന്റെ ദൈവം എന്റെ കൂടെ. വിശ്വാസ ജീവിതം വ്യത്യസ്തമാണ്. അത് കണ്ണുകൊണ്ടല്ല നടക്കുന്നത്, അത് ഹൃദയ കണ്ണുകൊണ്ട് നടക്കുവാൻ. അടുത്തൊരു വാക്യം കൂടെ പറഞ്ഞ് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. അതിങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, വിശ്വാസത്താൽ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാണ്. അയ്യോ, there is a comparison. ഒരു വലിയ ശക്തനായ രാജാവ്, ഒരു വിരൽ ഞൊടിച്ചാൽ പൊടിച്ചു കളയുന്നവൻ, എല്ലാം നശിപ്പിച്ചു കളയാൻ കഴിയുന്ന ഒരു രാജാവ് ഒരു ഭാഗത്ത്. എന്നാൽ അവൻ തന്റെ വിശ്വാസ കണ്ണുകൊണ്ട് കണ്ടു, ഇവനെ നിയന്ത്രിക്കുന്ന ഒരു ദൈവം ഇപ്പത്തുണ്ട്. ഞാൻ ദൈവത്തോട് കൂടെ നിൽക്കും. അവൻ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്ന് പറഞ്ഞിരിക്കുന്നു. അവൻ രാജാവിന്റെ കോപത്തെ തൃണവൽക്കരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനെ കൺസിഡർ ചെയ്തില്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോടും എന്നോടും പറയുന്നത്, നിന്റെ മുൻപിൽ നിൽക്കുന്ന പർവ്വതം പോലെയുള്ള വിഷയമല്ല, അതിനപ്പുറത്ത് നിൽക്കുന്ന ദൈവത്തെ കാണുവാൻ. വിശ്വാസ ജീവിതത്തിന്റെ യാത്രകൾ ശ്രേഷ്ഠകരമാണ്. എത്ര പേര് അതിനകത്ത് തയ്യാറെടുക്കും? ഭവനത്തിനകത്ത് വിശ്വാസത്തിന്റെ വാക്ക് പറ. ഒന്നുമില്ലാത്തത് വിശ്വാസത്തിന്റെ വാക്ക് പറ. നീ കഷ്ടതയിലൂടെ പോകുന്നെങ്കിൽ വിശ്വാസത്തിന്റെ വാക്ക് പറ. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. തമ്പുരാന്റെ ശബ്ദം കേൾക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയാൻ വേണ്ടിയുണ്ട്. അതിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്, വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ, വിശ്വാസത്താൽ ആദരിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ബൈ ഫെയ്ത്ത് ഹി വർഷിപ്ഡ്. ബൈ ഫെയ്ത്ത് അവര് മാത്രമല്ല, മോശ മാത്രമല്ല, ആ എൻ്റയർ ജനസമൂഹത്തെ പറഞ്ഞു, കടളപ്പടിവേലും കുറുമ്പടിവേലും കുഞ്ഞാടിന്റെ രക്തം അടയാളം വെക്കുക. ഇത് ഇല്ലോജിക്കല, നടക്കാൻ സാധ്യതയില്ലാത്തതാ. എന്നാൽ അതിനകത്ത് വിശ്വാസം വ്യാപരിച്ചപ്പോൾ മാനദൂതൻ മാറിപ്പോകുവാനിടയായിരുന്നു. സ്തോത്രം. ദൈവത്തിലെ നമ്മൾ ചെയ്യുന്ന ചില ചെറിയ ആക്ഷൻസ് അത് ലോകത്തിന് മനസ്സിലാകത്തില്ല. എന്നാൽ നിന്റെ വിശ്വാസത്തിനകത്ത് വലിയ ശക്തിയുണ്ട്. അവര് പെസഹ ആചരിച്ചെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബൈ ഫെയ്ത്ത് ദേ വർഷിപ്ഡ് ഗോഡ് എന്ന്, അവർ ദൈവത്തെ ആരാധിച്ചു. അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞതിന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. വിശ്വാസത്താൽ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടെ നടന്നുപോയി. ബൈ ഫെയ്ത്ത് ദേ വാക്ക്ഡ് ത്രൂ റെഡ് സീ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാമോ? ഒരു ഭാഗത്ത് മല, ഇങ്ങേ സൈഡിൽ നോക്കിയപ്പോൾ അതിനേക്കാൾ വലിയ പർവ്വതങ്ങൾ, പുറകോട്ട് നോക്കിയപ്പോൾ പൊടിപടലങ്ങൾ പറത്തിക്കൊണ്ടിരുന്ന ഫറവോന്റെ സൈന്യം, മുമ്പിൽ നോക്കിയപ്പോൾ ആർത്തിരമ്പുന്ന ചെങ്കടൽ. എന്നാൽ വിശ്വാസത്താൽ അവൻ അതിലെ കൂടെ നടന്നു പോകുവാനിടയായി തീർന്നു. പ്രതിസന്ധികൾ മാറിപ്പോകും. നിന്റെ മുൻപിൽ ഇപ്പം നിൽക്കുന്ന പ്രതിസന്ധി നിനക്ക് പ്രതിസന്ധിയായി തോന്നുന്നുവെങ്കിൽ അകത്തെ കണ്ണ് തുറന്നു നോക്ക്. അതിനകത്തൊരു വഴി സ്വർഗത്തിലെ ദൈവം തുറന്നിട്ടുണ്ട്. ആരെങ്കിലും ഭാരത്തോടെ നിരാശയോടെ ആയിരിക്കുന്നെങ്കിൽ സഹായം വരുന്ന സ്വർഗത്തിൽ നിന്ന് അവരിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന്. എത്ര പേര് സമർപ്പിക്കും? എത്ര പേര് കണ്ണുകളടയ്ക്കും? എന്റെ തമ്പുരാനെ, ഞാൻ എന്നെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. വിശ്വാസത്താൽ പാപത്തിന്റെ താൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് മോശ തിരഞ്ഞെടുത്തുവെങ്കിൽ എനിക്ക് താൽക്കാലികമായ നേട്ടം വേണ്ട, എനിക്ക് നിത്യത മതി. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എവിടെയെങ്കിലും തൊട്ടെങ്കിൽ വലതു കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങളൊക്കെ
സ്തുതിക്കുന്നു. വിശ്വാസ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ പറ്റി നിൽക്കാൻ കൃപ തരണമേ. ഞങ്ങളുടെ നിരാശകളെ മാറ്റണമേ. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറന്നു തരണമേ. കർത്താവേ, ചെങ്കടലുകളുടെ മധ്യത്തിൽ വഴികൾ തുറക്കണമേ. ഞങ്ങൾ കാണാത്ത ചില കാഴ്ചകൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമത്വത്തിനെതിരായി നിൽക്കുന്ന ദുഷ്ടന്റെ സകല പോലുകളും ഭൂമിക്കും സ്വർഗത്തിന് ഭൂമിക്ക് അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ റിജക്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവിക സമാധാനം വെളിപ്പെടട്ടെ. ഭവനങ്ങൾക്കകത്ത്, വ്യക്തികൾക്കകത്ത് ദൈവ സമാധാനം വെളിപ്പെടട്ടെ. കർത്താവേ, കൃപ പ്രാപിച്ചവരായി, സമാധാനം പ്രാപിച്ചവരായി പോകുവാൻ ഞങ്ങൾ ഇടയാക്കണമെന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ.